ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഞാൻ ചെറിയൊരു മടി ഇട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടൊക്കെ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കുക എല്ലാവരും ഒന്ന്. വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഉസ്താദിൻ്റെ ചിലവിൻ്റെ ദിവസമാണ് കേട്ടോ. ചൊവ്വാഴ്ച രാത്രിയാണ് എനിക്ക് ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി എനിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് സാധനം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പുട്ടു അതുപോലെ തന്നെ പച്ചക്കായ് വിരകിയതും മീൻകറി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. മീൻകറി എന്ന് വെച്ചാൽ നമ്മൾ ഇരട്ട മുളക് ഇട്ടതാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഉള്ളി ഒന്ന് ചോപ്പിക്കാൻ വെച്ച് കൊടുത്തതാണിത്. ഇപ്പുറം ഞാൻ കറിയിലേക്കുള്ള വെള്ളം വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ചൂടുവെള്ളം നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ചവെള്ളം ഒഴിച്ച ഒരു വെള്ളത്തിൻ്റെ ചുവയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഇപ്പം വെച്ച് കൊടുത്താൽ. അപ്പോൾ ഞാൻ പച്ചക്കായി ഒന്ന് മുറിച്ചെടുക്കട്ടെ. വൈകുന്നേരം ഒരു മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കൽ. പിന്നെ അത് പെട്ടെന്നാവുമല്ലോ. പുട്ടും അതുപോലെ തന്നെ പച്ചക്കായ് വിരകാനൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കൽ. പിന്നെ ഇതെന്നാ അല്ല കേട്ടോ ഞാൻ ആക്കി കൊടുക്കൽ. ചില ടൈമിന് ഞാൻ പൂള വിരകിയതാക്കി കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ പൊറാട്ട ആക്കൂ, അങ്ങനെയൊക്കെ ആക്കും കേട്ടോ. അങ്ങനെ വേറെ വേറെ ആക്കി കൊടുക്കും. ഒന്നും തന്നെ ആക്കൂല കേട്ടോ. അധികവും എനിക്ക് മീനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മീൻ കറി വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇതിൽ മീൻ പൊരിക്കുന്നില്ല. ഇന്ന് മീൻ പൊരിച്ചാൽ കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ മീനൊന്നും പൊരിച്ചിട്ടില്ല. മീൻ ഞാൻ കറി വെച്ച് കൊടുത്തതാണ്. വെള്ളം ഒഴിച്ച് തരാൻ ഓർമ്മ വരുന്നത് ഇതിൽ തന്നെ പൊടി കുഴച്ച് വെച്ചാൽ പോരതിനൊന്ന് ചെറിയ പാത്രത്തിലേക്ക് പിന്നെ പച്ചക്കായ് ഞാൻ മാറ്റി കൊടുത്തിട്ടാണ്. അതിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അത് കറങ്ങി പോവല്ല. അപ്പോൾ ഈ ഒരു വലിയ പാത്രത്തിൽ ഞാൻ പൊടി കുഴച്ചിരിക്കുന്നത് പുട്ടു അതുപോലെ തന്നെ പച്ചക്കായ് വിരകിയതാക്കിയതാണ് കേട്ടോ. പുട്ടാകുമ്പം പെട്ടെന്ന് കഴിയല്ല. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ മുളകിട്ട കറിയിലേക്ക്. അപ്പം മീൻ ഞാൻ ഉച്ചക്കറ്റ മുറിച്ച് വെച്ച് കിട്ടാം. ഉച്ചക്ക് മുറിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ അയ്യൊരു പാടില്ല. ഞാൻ ഉച്ചക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കാലത്തെ മുറിച്ചവിടെ വെക്കും കേട്ടോ. പിന്നെ നമുക്ക് രാത്രി ആ ഒരു പണിയില്ലല്ലോ, മീൻ മുറിക്കുന്ന പണിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇതാ പൊടിയൊന്ന് കുഴച്ച് വെക്കട്ടെ. പുട്ടുപൊടിക്ക് കുറേ വെള്ളം വേണം. ഞാനിങ്ങനെ നല്ലോണം നനച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചതാണ് കേട്ടോ. പുട്ടുപൊടി എത്ര വെള്ളം ഒഴിച്ചാലും അറിയാത്ത പോലെയാണ്. അപ്പോൾ ഇതേപോലെ ആക്കി വെച്ചിട്ട് മുടി അട വെച്ചിട്ടുണ്ട്. നമ്മളെ തേങ്ങ ചിരകലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് പൊതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുക്കറിൻ്റെ അകത്ത് ഉച്ചക്ക് വിറകി പച്ചക്കായ ഉണ്ടായിട്ടുണ്ട്, അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഞാൻ പച്ചക്കായ മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടിയിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പച്ചക്കായ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങ ബാക്കിയുള്ള തേങ്ങ ഞാനിങ്ങനെ കവറിൽ കെട്ടിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കൽ. ഫ്രിഡ്ജിൽ നമ്മൾ കവറിൽ കെട്ടുക, അതുപോലെ തന്നെ അല്ലെ ബോക്സിലാറ്റാനാക്കി വെക്കുകയാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയില്ലേ ചിരണ്ടുന്ന സമയത്ത് ഇങ്ങനെ തണുത്ത് നല്ല ഇതായി ഐസ് പോലെ ആയി നിൽക്കില്ല കേട്ടോ, വേഗം തന്നെ ചിരണ്ടി കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ, എന്നാലും പെട്ടെന്ന് തന്നെ ചിരണ്ടിയാകും. അപ്പോൾ ഇതാ ഏട്ടൻ മുറിച്ചതാണ് ഇട്ട് കൊടുത്തത്. കറി തിളച്ച് വന്നേരം ഏട്ടൻ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മളെ തേങ്ങ ഇവിടെ ചിരണ്ടി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പുട്ട് പൊടി വെള്ളം ഒഴിച്ചാൽ എത്ര വെള്ളം ഒഴിച്ചാലും അറിയില്ല, പിന്നെയും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. അപ്പം അങ്ങനെ നനഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നല്ലോണം ഒന്ന് കുഴച്ച് നമ്മൾ ചുടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ടും കുറ്റീൻ്റെ പാനിൻ്റെ കോലം കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട, കുറേ കൊല്ലമായി കേട്ടോ ഈ ഒരു പുട്ടും കുറ്റിയും പാനി. ഇനിയിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ എനിക്ക് വാങ്ങണം ഇൻഷാ അള്ളാ. തേങ്ങ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ദാ നമ്മളെ പച്ചക്കായ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് കുത്തി ഉടച്ചെടുക്കട്ടെ. അപ്പോൾ പച്ചക്കായ വിരകിയത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതിന് അന്നേരം കഴുകി വെക്കും കേട്ടോ, ഈ അതും കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് ഇങ്ങനെ നിറഞ്ഞ് കിടക്കും. ഇപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം പാകത്തിനാണ്. അപ്പം നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉസ്താദിൻ്റെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് എടുക്കാൻ വരും കേട്ടോ. അപ്പോഴത്തേക്ക് സാധനം എല്ലാം ഞാനെടുത്ത് കൊലായ്മ കൊണ്ടുവെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോവല്ലേ.